ഹലോ, നമുക്കിന്നൊരു പാൻഡ തീമിലുള്ള ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാനൊരു A4 സൈസിലുള്ള ബ്ലാക്ക് ഷീറ്റ് ഓഫ് പേപ്പർ എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യുമ്പോൾ നേരെ നടുവേ ഫോൾഡ് ചെയ്യാതെ ഒരു ക്യാപ്പിട്ട് ഫോൾഡ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഫോൾഡ് ചെയ്തതിൻ്റെ ചെറിയ സൈഡിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ പീസ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്ററിന് മേലെ വീതിക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ നമുക്കൊരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ആ ഹോളിൽ കൂടെ നോക്കുമ്പം കളർ പേപ്പർ കാണാൻ പറ്റുന്ന പോലെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. കളർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു പേപ്പർ നിങ്ങൾ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ 2 പാൻഡേനെ വരച്ച് അത് കുറച്ചുകൂടെ കട്ടിയുള്ളൊരു പേപ്പറിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഒരു പാൻഡയുടെ കയ്യിൽ കേക്ക് ഉണ്ട് കേട്ടോ, ബർത്ത്ഡേ കാർഡല്ലേ. ഇനി അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് ക്യൂട്ട്നെസ്സിന് കുറവൊന്നും വരാതിരിക്കാൻ വേണ്ടി സ്കെച്ച് ഉപയോഗിച്ചിട്ട് 2 പാൻഡയുടെ ചീക്സിലും നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ കേക്ക് ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ് എടുത്ത് ഹോള് ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പണിയുണ്ട്. നമുക്ക് ഇതേ വീതിക്ക് ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഓഫ് പേപ്പർ ഏകദേശം കുറച്ച് ഹോള് കവർ ചെയ്യുന്ന പുറത്തോട്ട് നിൽക്കുന്ന പോലെ കുറച്ചധികം വീതിക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു സൈഡിൽ നേരത്തെ ഒട്ടിച്ച അതേ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ മറ്റൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പറോട് കട്ട് ചെയ്തെടുപ്പുണ്ട്. അത് ഹോളിനെക്കാട്ടിൽ കുറച്ചുകൂടെ വീതിക്ക് വേണം കട്ട് ചെയ്യാൻ. അതിൻ്റെ ഒരു സൈഡിലും കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ആ പേപ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ. ചുറ്റും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ ഈ സൈഡിൽ നിന്ന് ഇത് പുൾ ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമുക്ക് ആ പുൾ ചെയ്യുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഉള്ളിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമുക്ക് ബർത്ത്ഡേ കേക്ക് കയ്യിലുള്ള പാൻഡക്കുട്ടിനെ ഒട്ടിച്ചു കൊടുക്കാം. ഉള്ളിൽ വേണം കേട്ടോ ഒട്ടിക്കാൻ, പുറത്തെ ഷീറ്റ് ഓഫ് പേപ്പറിലല്ല ഒട്ടിക്കേണ്ടത്. നമ്മൾ പുള്ള് ചെയ്യുമ്പം ഈ പാൻഡക്കുട്ടൻ അപ്പുറത്തോട്ട് വരണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മുടെ ബ്ലാക്ക് പോർഷനിൽ തന്നെ മറ്റേ പാൻഡേനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ സൈഡിൽ നിന്ന് പുള്ള് ചെയ്ത് കൊടുക്കുക. ബർത്ത്ഡേ കേക്കുമായിട്ട് ബർത്ത്ഡേ പാൻഡയുടെ അടുത്തോട്ട് ഫ്രണ്ട് വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് എഴുതി കൊടുക്കുക. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നാട്ടോ എഴുതുന്നത്. വേറെ ഏത് ലൊക്കേഷനിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം. സൈഡിൽ പുൾ മീനും കൂടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പുൾ ചെയ്യുമ്പം അകത്തെ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഒരു കളർ പേപ്പർ എടുത്തിട്ട് 2 ഹാർട്ട് വെട്ടി ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻഡയുടെ തീമാണല്ലോ, സോ ഞാൻ ഓർത്തു പാൻഡയുടെ ഫേസിൻ്റെ ഷേപ്പിൽ തന്നെ കാർഡ് കട്ട് ചെയ്തെടുക്കാമെന്ന്. അതുകൊണ്ട് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 പീസ് ഓഫ് പേപ്പറായി പോകരുത്. നടുക്ക് കുറച്ച് പോർഷൻ ജോയിനായി തന്നെ ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും ഞാൻ ബർത്ത്ഡേ വിഷ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് ഒരു പാൻഡയുടെ ഫേസ് ഒന്നുകൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ചിട്ട് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ച് നല്ലപോലെ ഔട്ട്ലൈനൊക്കെ ചെയ്തു. ഇനി ഇതിനെ ക്യൂട്ടാക്കാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ ഇതിനും ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുക, ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ UR മൈ പാൻഡാന്ന് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇതിനുള്ളിൽ എഴുതാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഹാപ്പി ബർത്ത്ഡേക്ക് ചുറ്റും ഒരു ബോർഡറും കൂടെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു ഗ്യാപ്പ് തോന്നിയതുകൊണ്ട് ഞാനിവിടെ ചെവിയും കൂടെ വരച്ചു. ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാ, ഇഷ്ടമായോ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.